പോക്കറ്റിൽ 10 രൂപയില്ല, പക്ഷെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. അവൻ പറഞ്ഞത് കേട്ടില്ലേ, ഒരു ഡെലിവറി ബോയ് ആയിരുന്നത്രേ. എന്നാൽ ആ ജോലി പോലും ഇപ്പൊ ഇല്ല. ഇനി പുതിയത് കണ്ടുപിടിച്ചിട്ട് വേണം ജീവിക്കാൻ. ഇതുപോലെയുള്ള ഒരുത്തനാണോ സ്വന്തം മകളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ പോകുന്നത്? അതെന്നോടല്ല, ഹോട്ടൽ മുറിയിൽ ഒരു രാത്രി ഇവന്റെ കൂടെ കിടന്നുറങ്ങി നിന്റെ മോളോട് ചോദിക്കും. തള്ളക്ക് ഉത്തരവാദിത്തം ഉണ്ടല്ലോ. അച്ഛാ പ്ലീസ്, ഇനി അത് പറയരുത്. എനിക്കറിയില്ല അന്ന് എന്താ സംഭവിച്ചെന്ന്. പക്ഷെ നാട്ടുകാരെല്ലാം അറിഞ്ഞു മോളെ. ഇനി നീ കൂടുതലൊന്നും പറയണ്ട. എനിക്ക് പറയാനുള്ളത് ഇവനോടാ. അതും പറഞ്ഞ് രാജീവ് അബിയെ നോക്കി. നീ പെട്ടെന്നൊരു പുതിയ ജോലി കണ്ടുപിടിക്കണം. ജോലിയില്ലാതെ എന്റെ മകളെ നിയമപരമായി വിവാഹം കഴിക്കാൻ പറ്റില്ല. അതിൽ വേറെയും പ്രശ്നങ്ങളുണ്ട്. അങ്കിൾ, അത് പേടിക്കണ്ട. ഞാൻ ഈ കുടുംബത്തിലേക്ക് എങ്ങനെയാണ് വന്നു പെട്ടതെന്നോ നിങ്ങളുടെ മകളുടെ മുറിയിൽ എത്തിപ്പെട്ടത് എങ്ങനെയാണെന്നോ എന്നൊന്നും എനിക്ക് വ്യക്തതയില്ല. പക്ഷെ ഏതായാലും കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് സത്യം അറിയുന്നത് വരെ എനിക്കും ഇതിന്റെ കൂടെ നിന്നേ പറ്റൂ. നിങ്ങൾ ഒരു തന്തയാണോ? ഇതുപോലെയുള്ള ഒരുത്തനെ ആരെങ്കിലും ജോലിക്ക് വെക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്നാൽ അബിക്ക് അതിന് മറുപടി ഉണ്ടായിരുന്നു. വെക്കും. എന്തായാലും നിങ്ങളുടെ മകളുടെ കഴുത്തിൽ താലി കെട്ടുമ്പോൾ എനിക്കൊരു നല്ല ജോലി ഉണ്ടായിരിക്കും. ഉണ്ടാവും. കളക്ടർ ഉദ്യോഗം തന്നെ നിനക്ക് കിട്ടും. അതും പറഞ്ഞ് ശർമിള ദേഷ്യത്തോട് അകത്തേക്ക് പോയി. രാജീവും പിന്നാലെ വീടിനകത്തേക്ക് ചെന്നു. അബി അവിടെ നിന്നും തിരിച്ചു പോകാനൊരുങ്ങി. എന്നാൽ നേരം വളരെ വൈകിയത് കൊണ്ട് തന്നെ തിരികെ പോവാൻ വാഹനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ അബി കുറച്ചു നേരം നിന്നു. അപ്പോഴാണ് അവനൊരു പോംവഴി തോന്നിയത്. അബി താൻ വിവാഹം കഴിക്കാൻ പോകുന്ന അനന്യയുടെ മുറിയുടെ അടുത്തേക്ക് ചെന്നു. അനന്യയോട് സംസാരിച്ചിട്ട് അന്ന് അവിടെ കഴിയാമെന്ന് അവൻ തീരുമാനിച്ചു. അവൻ വാതിലിൽ മുട്ടി. കുറച്ച് സെക്കൻഡുകൾക്ക് ശേഷം അനന്യ വാതിൽ തുറന്നു. നേരം ഒരുപാട് വൈകി. ഇപ്പൊ എനിക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. ഇന്നൊരു രാത്രി ഞാൻ നിന്റെ റൂമിൽ അഡ്ജസ്റ്റ് ചെയ്തോട്ടെ. കളിയായി പറഞ്ഞുകൊണ്ട് അബി അകത്തേക്ക് കയറാൻ ശ്രമിച്ചു. അനന്യ അവന്റെ മുന്നിൽ വാതിൽ വലിച്ചടച്ചു. പക്ഷെ അഭിനവ് തന്റെ കാൽ വെച്ച് വാതിൽ അടയുന്നത് തടഞ്ഞു. അനന്യ വീണ്ടും വാതിൽ തുറന്നു. എന്താ? കിടക്കാൻ കുറച്ച് സ്ഥലം താടും. അതിന് എന്റെ മുറിയിലേക്കാണോ തള്ളിക്കയറി വരേണ്ടത്? എന്റെ ജീവിതം ഇങ്ങനെ ആയത് താൻ ഒരാൾ കാരണം. ഇനിയും മതിയായില്ലേ തനിക്ക്? മര്യാദയ്ക്ക് എവിടെ നിന്ന് പോവാൻ നോക്ക്, ഇല്ലെങ്കിൽ തന്റെ കാല് 2 കഷ്ണമാക്കും ഞാൻ. അവൾ വാതിൽ വലിച്ചടക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അഭിനവ് തന്റെ കാൽ മാറ്റി. ഉടനെ വലിയ ശബ്ദത്തോടെ ആ വാതിൽ അടഞ്ഞു. ഇവിടുത്തെ ജോലിക്കാർക്ക് കിടക്കാൻ പ്രത്യേക ഒരു ഏരിയ ഉണ്ട്, വേണമെങ്കിൽ അവിടെ പോയി കിടന്നു. അത് കേട്ട് അഭിനവിന് സങ്കടം തോന്നി. ആരുമില്ല എന്നൊരു തോന്നൽ അവന് വന്നു. ഇനി എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചുകൊണ്ട് അവൻ ആ ഡോർ ഹാൻഡിലിൽ പിടിച്ചു നിന്നു. അവന്റെ മനസ്സിലേക്ക് പഴയ കാര്യങ്ങൾ ഓടി വന്നു. അവഗണന അവനൊരു പുതുമ ആയിരുന്നില്ല. 8 വയസ്സുവരെ അഭി വളർന്നത് മട്ടാഞ്ചേരിയിലെ ആ അനാഥാലയത്തിലായിരുന്നു. അവിടെ നിന്നും ഇറങ്ങിയ ശേഷം അവനൊരു ഡെലിവറി ബോയ് ആയി ജോലി നോക്കി. അങ്ങനെ ഇരിക്കെ അവന് കിട്ടിയ കൂട്ടായിരുന്നു വൈഷ്ണവി. എന്നാൽ അവളുടെ ഒരു പിറന്നാൾ രാത്രിയിലാണ് കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞത്. പ്രിയപ്പെട്ട കാമുകിക്ക് അവന് കഴിയാവുന്ന രീതിയിലുള്ള 60 രൂപയുടെ ഒരു പേസ്ട്രി കേക്കും വാങ്ങിക്കൊണ്ടുപോയ അബിക്ക് പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ അവിടെ സംഭവിച്ചു. വൈഷ്ണവിയുടെ വീടിന് മുന്നിലെത്തിയ അഭിനവന്റെ മുഖം മെല്ലെ മാറി. അവിടെ മുഴുവൻ പലതരം വർണ്ണ വിളക്കുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. അകത്തുനിന്നും ഉച്ചത്തിൽ പാട്ട് കേൾക്കുന്നുണ്ട്. കോളിംഗ് ബെൽ അടിച്ചുകൊണ്ട് അവൻ അവളെ കാത്തുനിന്നു. വാതിൽ തുറന്ന് പുറത്തു വന്ന വൈഷ്ണവിയെ കണ്ട് അഭിനവ് അത്ഭുതപ്പെട്ടുപോയി. അവൾ വില കൂടിയ ഒരു ഗൗണാണ് ധരിച്ചിരിക്കുന്നത്. മനോഹരമായി അലങ്കരിച്ചിരിക്കുന്ന മുറിയുടെ നടുവിൽ വലിയ കേക്കും വൈനുമെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ ധാരാളം അതിഥികൾ എത്തിയിരിക്കുന്നു. അതാരാ വൈഷ്ണവി? കണ്ടാൽ അറിയില്ലേ, ഡെലിവറി ബോയ് ആണ്. പക്ഷേ നമ്മളൊന്നും ഓർഡർ ചെയ്തിട്ടില്ലല്ലോ. അതൊന്നുമല്ല, ഈ ഡെലിവറി ബോയിനെയാണ് വൈഷ്ണവി ഡേറ്റ് ചെയ്യുന്നത്. അത് കേട്ടതും അവിടെയുള്ള പല മുഖങ്ങളും കൗതുകത്തോടെ വൈഷ്ണവിയുടെ നേരെ തിരിഞ്ഞു. മൈ ഗോഡ്, നിനക്ക് വേറെ ആരെയും കിട്ടിയില്ലേ വൈഷ്ണവി? ഇതൊക്കെയാണോ നിന്റെ ടേസ്റ്റ്? എന്നാൽ അഭി ഞെട്ടിയത് മറ്റൊരു കാര്യം കണ്ടായിരുന്നു. തന്റെ കാമുകിയായ വൈഷ്ണവിയെ അവളുടെ പിറകിൽ നിന്നും മറ്റൊരാൾ ചേർത്ത് പിടിക്കുന്നത് കണ്ടു. ഹാപ്പി ബർത്ത്ഡേ ബേബ്. അത് ദേവനായിരുന്നു. കയ്യിൽ ഒരു വലിയ സമ്മാനപ്പൊതിയും ഉണ്ടായിരുന്നു. ദേവനെ അഭിനവന് മുൻപേ അറിയാം. പേരുകേട്ട ഒരു ബിസിനസ്സുകാരന്റെ മകനാണ് അവൻ. വൈഷ്ണവിയുടെ ചുറ്റിനും കറങ്ങി നടക്കുന്നത് അഭിനവ് ശ്രദ്ധിച്ചിട്ടുണ്ട്. അഭിനവന് ദേവനെ ഇഷ്ടമായിരുന്നില്ല, വൈഷ്ണവിക്കും. അവിടെയും അവളെ ശല്യം ചെയ്യാനായി അവൻ വന്നത് കണ്ട് അഭിനവന് ദേഷ്യം വന്നു. എന്നാൽ അവൻ എന്തെങ്കിലും പറയുന്നതിന് മുൻപേ വൈഷ്ണവി ദേവൻ കൊണ്ടുവന്ന സമ്മാനം വാങ്ങി. എന്നിട്ട് തന്റെ ചുറ്റിനും കൂടി നിൽക്കുന്നവരോട് ഇങ്ങനെ പറഞ്ഞു. നിങ്ങൾക്ക് എന്താ വിചാരിച്ച ഇവനാണ് എന്റെ ബോയ് ഫ്രണ്ട് ദേവ്? ആ വാക്ക് കേട്ട് ഇടിവെട്ടിയ പോലെ അബി ഷോക്കായി നിന്നു. അവന്റെ കയ്യിൽ നിന്നും ആ പേസ്ട്രി താഴെ പോയി. അത് കണ്ട് ചുറ്റുമുള്ളവർ ചിരിച്ചു. വൈഷ്ണവി, നീ എന്നോട്? സോറി അബി, നിന്നെ പോലെയുള്ള ഒരു ദരിദ്രവാസിയെ ബോയ് ഫ്രണ്ട് ആയി വെച്ച ഈ 60 രൂപയുടെ പേസ്ട്രി തിന്നോണ്ട് ഞാൻ ജീവിതം പാഴാക്കേണ്ടി വരും. 60 രൂപയുടെ പേസ്ട്രിയേക്കാൾ എനിക്കിഷ്ടം 60 ലക്ഷം രൂപയുടെ ഡയമണ്ട് നെക്ലസാ. വൈഷ്ണവി, ഇത് നീ തന്നെയാണോ? നീ ഇപ്പൊ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞില്ലേ വെറും 60 രൂപയുടെ പേസ്ട്രി എന്ന്? ആ 60 രൂപയിൽ എന്റെ കണ്ണീരും സ്നേഹവും കരുതലുണ്ട്. കണ്ണീരും സ്നേഹവും വിറ്റ ജീവിക്കാൻ കഴിയില്ലല്ലോ. നാളെ കാശില്ലാതെ വരുമ്പോ നീ എന്നെ പോലും വിൽക്കില്ലെന്ന് എന്താ ഉറപ്പ്? മതി, എന്തും പറയാവുന്ന നിലയിലേക്ക് നീ തരം താഴ്ന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല. നിനക്ക് എന്നെ വേണ്ടെങ്കിൽ എനിക്ക് നിന്നെയും വേണ്ട. നീ പോയ എനിക്ക് പുല്ലാണടി. ഒരു ആവേശത്തിൽ അബി അങ്ങനെ പറഞ്ഞെങ്കിലും വൈഷ്ണവിയെ മറക്കുക എന്നത് അബിക്ക് ഒട്ടും എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. അബി തന്റെ വിഷമങ്ങൾ മറക്കാൻ മദ്യത്തെ ആശ്രയിച്ചു. ബാറിൽ നിന്നും 5 കുപ്പി ബിയർ അകത്താക്കിയ ശേഷം തെരുവിലൂടെ ലക്ഷ്യമില്ലാതെ അലഞ്ഞു. എന്നാൽ മെല്ലെ മെല്ലെ അവന്റെ ബോധം മറയാനും സമനില തെറ്റാനും തുടങ്ങി. അവൻ ആ റോഡ് സൈഡിൽ ബാലൻസ് തെറ്റി വീണു. അബിയുടെ ബോധം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. നേരം പുലർന്നപ്പോൾ അഭിനവന് തന്റെ തല പൊട്ടിപ്പിളർന്നത് പോലെ തോന്നുന്നുണ്ടായിരുന്നു. എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോഴാണ് അവന്റെ കൈകൾ മൃദുലമായൊരു ദേഹത്ത് തട്ടിയത്. അവൻ ഞെട്ടി കണ്ണു തുറന്നു. അബി ഒന്ന് അമ്പരന്നു. റോഡിൽ വീണുപോയ താൻ ഇപ്പോൾ ഹോട്ടൽ മുറിയിൽ കിടക്കുകയാണ്. അബി വീണ്ടും ഞെട്ടി. തൊട്ടരികിൽ ദേവതയെ പോലെ സുന്ദരിയായ ഒരു പെൺകുട്ടി കിടക്കുന്നു. അവൾ ധരിച്ചിരിക്കുന്നത് നേർത്ത ഒരു നൈറ്റ് ഗൗണാണ്. ആ വസ്ത്രത്തിൽ അവളുടെ ഉടലഴകുകൾ എടുത്തു കാണിക്കുന്നുണ്ടായിരുന്നു. താനിത് എവിടെയാണെന്നും തനിക്ക് എന്താണ് സംഭവിച്ചതെന്നും മനസ്സിലാവാതെ അഭിനവിരുന്നു. അപ്പോഴാണ് അവൻ തന്റെ ദേഹത്ത് യാതൊരു വസ്ത്രവുമില്ല എന്ന സത്യം തിരിച്ചറിയുന്നത്. ബെഡിൽ കിടന്ന ഷീറ്റ്
ഷീറ്റ് എടുത്ത് അവൻ എടുത്തു. അപ്പോഴേക്കും ആ പെൺകുട്ടി ഉറക്കത്തിൽ നിന്നും മെല്ലെ ഉണർന്നു. കണ്ണു തുറന്നതും തൊട്ടുമുന്നിൽ ബെഡ്ഷീറ്റും ചുറ്റിക്കൊണ്ട് നിൽക്കുന്ന അഭിനവനെ കണ്ട് അവൾ പരിഭ്രമിച്ചുപോയി. സൗരവ് മേനോന്റെ സഹോദരി അനന്യയായിരുന്നു ആ പെൺകുട്ടി. ഒരു ബിസിനസ് മീറ്റിന് വേണ്ടിയാണ് അവൾ മുത്തച്ഛനോടൊപ്പം എംറാൾഡ് ഹോട്ടലിൽ വന്നത്. തലേന്ന് രാത്രി ഓർഡർ ചെയ്തിരുന്ന ഓറഞ്ച് ജ്യൂസ് കുടിച്ചത് മാത്രമേ അവൾക്ക് ഓർമ്മയുള്ളൂ. ഉണർന്നപ്പോൾ അപരിചിതനായ ഒരാൾ മുറിയിൽ. താനാരാ? എങ്ങനെ എന്റെ റൂമിൽ വന്നത്? നിങ്ങൾ എന്നെ എന്താ ചെയ്തേ? അതെ, അത് തന്നെയാ എനിക്കും ചോദിക്കാനുള്ളത്. ഞാൻ എങ്ങനെ ഇവിടെ എത്തി? അത് കേട്ടതും ദേഷ്യം നിയന്ത്രിക്കാൻ വയ്യാതെ അനന്യ അഭിനവന്റെ മുഖത്ത് ആഞ്ഞടിച്ചു. പെട്ടെന്നാണ് മുറിയുടെ വാതിൽ തുറന്ന് കുറെ പേർ അകത്തേക്ക് കയറിയത്. പരിഭ്രമത്തോടെ അനന്യ അവിടേക്ക് നോക്കി. ആ കൂട്ടത്തിൽ അവളുടെ സഹോദരൻ സൗരവും മുത്തച്ഛൻ ഹരിദേവനും ഉണ്ടായിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞില്ല മുത്തച്ഛ, ഇവിടെ ശരിയല്ല. എന്നാലും എന്റെ അനു, നിനക്ക് ഇത് എങ്ങനെ തോന്നിയടി? നീ നമ്മുടെ മുത്തച്ഛനെ ഓർത്തോ, കേദാർ ഗ്രൂപ്പിനെ ഓർത്തോ? നിന്നെ വിശ്വസിച്ചല്ലേ മുത്തച്ഛനെ എല്ലാം ഏൽപ്പിച്ചത്. എന്നിട്ട് ഇത്ര ആളുകളുടെ മുന്നിൽ വെച്ച് മുത്തച്ഛനെ നാണം കെടുത്തിയില്ലേ നീ? അത് കേട്ടതും അനന്യ ഭയന്ന് വിറച്ചുകൊണ്ട് മുത്തച്ഛനെ നോക്കി. മുത്തശ്ശ, ഇതൊന്നും വിശ്വസിക്കല്ലേ. ഈ കാണുന്നൊന്നും അല്ല സത്യം. ആരോ എന്നെ ചതിച്ചതാ. എനിക്ക് ഇയാളെ അറിയില്ല. സർ, ആ കുട്ടി പറയുന്നത് ശരിയാ. എനിക്കും എന്താ സംഭവിച്ചെന്ന് അറിയില്ല. ആരോ അഭിനവ് പറയാൻ തുടങ്ങിയപ്പോഴേക്കും മതി എന്ന് ഹരിദേവൻ ആംഗ്യം കാണിച്ചു. അയാൾ ചുറ്റിനുമൊന്ന് നോക്കി. കേദാർ ഗ്രൂപ്പിന്റെ ബിസിനസ് പാർട്ട്നേഴ്സാണ് മുറിക്ക് പുറത്തു നിൽക്കുന്നത്. ഉചിതമായ ഒരു തീരുമാനം കൈക്കൊണ്ടില്ലെങ്കിൽ കുടുംബത്തിന്റെ മാനം ഇതോടെ തകരും. ഉടനെ ഹരിദേവൻ ചുണ്ടിലൊരു ചിരി എടുത്തണിഞ്ഞു. അതിനുശേഷം അവിടെ കൂടി നിൽക്കുന്നവരോട് ഇങ്ങനെ പറഞ്ഞു. വൈകുന്നേരത്തെ മീറ്റപ്പിൽ പറയാമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷെ എന്ത് ചെയ്യാം, സർപ്രൈസ് പൊളിഞ്ഞു. ഇനി ഞാൻ ഒന്നും മറച്ചു വെക്കുന്നില്ല. എന്റെ ഗ്രാൻഡ് ഡോട്ടറിനെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണ് ഇത്. ഇവര് തമ്മിൽ ഇഷ്ടത്തില. അത് കേട്ട് അനന്യയും അഭിയും ഞെട്ടിത്തെറിച്ചു. അഭി ഹരിദേവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ തുനിഞ്ഞെങ്കിലും അയാൾ അഭിയെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറ്റി നിർത്തി സംസാരിച്ചു. മിണ്ടിപ്പോകരുത്. കാര്യങ്ങളൊക്കെ ഇതുവരെ എത്തിച്ചില്ലേ? ഇനി ഞാൻ പറയുന്നത് കേക്ക്. ഇതിന്റെ പേരിൽ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാവാതിരിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. നീ ഇവളെ കല്യാണം കഴിക്കണം. നിങ്ങൾക്കൊക്കെ ഭ്രാന്താണോ? എന്താ നടന്നത് എന്നറിയാൻ പോലും നിങ്ങൾ ശ്രമിക്കുന്നില്ലല്ലോ. അഭിനവ് കയർത്ത് സംസാരിക്കുന്നത് കണ്ട് ഹരിദേവന്റെ ഗുണ്ടകൾ അവനെ അടിക്കാൻ ആരംഭിച്ചു. പക്ഷേ ഹരിദേവൻ അത് തടഞ്ഞു. മതി. അതോടെ ഗുണ്ടകൾ പിന്തിരിഞ്ഞു. ഹരിദേവൻ ഒരു താക്കീതെന്ന പോലെ അഭിയെ നോക്കി സംസാരിച്ചു. വൈകിട്ടത്തെ ഫംഗ്ഷനിൽ നിങ്ങൾ ഒരുമിച്ച് പങ്കെടുക്കണം. ഇതെന്റെ തീരുമാനോ. ബാക്കി പിന്നെ സംസാരിക്കാം. മുത്തച്ഛൻ പുറത്തേക്ക് പോയ ഉടനെ അനന്യ കരഞ്ഞുകൊണ്ട് ഓടി വന്ന് അഭിനവന്റെ മുഖത്തേക്ക് ഞാഞ്ഞടിച്ചു. നീ എന്തിനാ ഇവിടെ വന്നത്? എന്താ നിന്റെ ഉദ്ദേശം? നീ എന്നെ കല്യാണം കഴിക്കാൻ പോവാണോ? സത്യമായിട്ടും എനിക്ക് അറിയില്ല. എന്നെ വിശ്വസിക്കേ. അവൻ വീണ്ടും പറയാൻ ശ്രമിച്ചു. പക്ഷേ ആരും അത് കേട്ടില്ല. എങ്കിലും ഒരു കാര്യം അവന് മനസ്സിലായി. ആരോ അവളെ ചതിക്കുകയായിരുന്നു. അതിനിടയിൽ താനും പെട്ടിരിക്കുന്നുവെന്നും അബിക്ക് മനസ്സിലായി. അബി ഞെട്ടി ഉണർന്നു. നേരം പുലർന്നിരിക്കുന്നു. അബി ഇപ്പോ അനന്യയുടെ മുറിയുടെ പുറത്താണ്. ഒരു രാത്രി മുഴുവൻ അബി ആ മുറിയുടെ പുറത്ത് ഒരു കാവൽ പട്ടിയെ പോലെ കിടന്നുറങ്ങി. എഴുന്നേറ്റ് അബിക്ക് ആ ദിവസം ഒരാളെ കാണാൻ പോകണ്ടെന്നുള്ള കാര്യം ഓർമ്മ വന്നു. അബി പെട്ടെന്ന് തന്നെ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. അവിടെ നിന്നും അബി നേരെ ചെന്നത് ഹോട്ടൽ സഫയർ എന്ന ഇന്റർനാഷണൽ ഹോട്ടലിലേക്കാണ്. എന്നാൽ ഹോട്ടലിനകത്തേക്ക് കയറാൻ തുനിഞ്ഞ അബിയെ സെക്യൂരിറ്റി തടഞ്ഞു. എങ്ങോട്ടായി കയറി പോകുന്നത്? എനിക്ക് ഇവിടെ ഒരാളെ കാണാനുണ്ട്. ഒരു മീറ്റിംഗ്. അത് കേട്ടതും സെക്യൂരിറ്റി അട്ടഹസിച്ച് ചിരിച്ചു. മീറ്റിംഗോ? നിനക്കോ? അതും ഇവിടെ? എടാ കൊച്ചനെ, ഇത് ഏതാ സ്ഥലം എന്നറിയാവോ? നിന്നെ പോലെയുള്ള പിച്ചക്കാർക്ക് കയറി വരാനുള്ള സ്ഥലമല്ല. നിന്നെ പോലെയുള്ളവരെ ഈ പരിസരത്ത് പോലും അടുപ്പിക്കരുത് എന്നതാ ഇവിടുത്തെ റൂൾ. അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. ഇവിടെയാണ് എന്നോട് പറഞ്ഞ മീറ്റിംഗ് പ്ലേസ്. സോ എനിക്ക് അകത്തേക്ക് പോയേ പറ്റൂ. അതും പറഞ്ഞ അബി അകത്തേക്ക് നടന്നതും സെക്യൂരിറ്റി അബിയെ തള്ളി മാറ്റി. നിന്റെ അമ്മായിപ്പോ സ്ത്രീധനം കിട്ടിയ മുതലാണോടാ ഇത്? തന്നെ സെക്യൂരിറ്റി തള്ളി മാറ്റിയത് കണ്ട് അബിയുടെ ദേഷ്യം ഇരട്ടിച്ചു. എന്നെ തള്ളാൻ തനിക്ക് ആരാടോ അധികാരം തന്നത്? പിന്നെ നിന്നെ പോലെയുള്ള ഊച്ചാളികളൊക്കെ ഞാൻ പൂമാലയിട്ട് സ്വീകരിക്കാം. നിന്നെ ദരിദ്രവാസി എന്ന് വിളിച്ചാ ദരിദ്രവാസികൾക്ക് പോലും അത് നാണക്കേടാവും. എടാ പോടാ. ഈ ഹോട്ടൽ നിന്റെ അച്ഛന്റെ വകയൊന്നുമല്ല. നിനക്ക് തോന്നുന്ന പോലെ കയറി ഇറങ്ങാനായിട്ട്. വീട്ടിൽ പോടാ ചക്ക. പഴകി നിറച്ച ഷർട്ട് ധരിച്ചുകൊണ്ട് 5 സ്റ്റാർ ഹോട്ടലിലേക്ക് വന്ന അഭിനവനോട് ഒരു മയവുമില്ലാതെ സെക്യൂരിറ്റി അത് പറഞ്ഞു തീർന്ന അടുത്ത നിമിഷം അബിയുടെ തേച്ചിട്ട് പോയ പഴയ കാമുകിയും അവിടെ എത്തി. ഒറ്റയ്ക്കായിരുന്നില്ല, പുതിയ ബോയ് ഫ്രണ്ടിന്റെ കൂടെ. വൈഷ്ണവി, നിന്റെ എക്സ് അവിടെ വന്ന് നിൽക്കുന്നു. ദേവൻ പ്ലീസ്, ഞാൻ പറഞ്ഞിട്ടില്ലേ അവൻ എന്റെ എക്സ് ഒന്നും അല്ല. ഇതുപോലെ കാൽ കാശിന് ഗതിയില്ലാത്തവരെ ബോയ് ഫ്രണ്ട് ആക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല. അത് കേട്ട അബി ആദ്യമൊന്ന് വേദനിച്ചെങ്കിലും പതറാതെ തന്നെ അവൾക്ക് മറുപടി കൊടുത്തു. കാൽ കാശിന് ഗതിയില്ലാത്തവരെ നീ ബോയ് ഫ്രണ്ട് ആക്കില്ല അല്ലേ വൈഷ്ണവി? എന്നാൽ ഈ കാൽ കാശിന് ഗതിയില്ലാത്തവൻ നിനക്കൊരു ഉപദേശം തരാം. ആളുകളുടെ പോക്കറ്റിന്റെ കനം നോക്കി സുഹൃത്തിനെയും ബോയ് ഫ്രണ്ടിനെയും തിരഞ്ഞെടുക്കുന്ന നിന്റെ ഈ സ്വഭാവം ഉണ്ടല്ലോ, ഇത് നിന്നെ നിന്റെ നാശത്തിലേക്ക് എത്തിക്കും. ഞാനാ പറയുന്നത്. മാസ് ഡയലോഗ് ആരും കേൾക്കണ്ട. കേട്ടാ നിന്നെ പിടിച്ച സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതാൻ ഏൽപ്പിക്കും. അല്ല, നീ എന്താ ഇവിടെ? കുടിച്ച് ബോധമില്ലാതെ വഴിതെറ്റി വന്നതാണോ? വഴിയിൽ നിന്നും കുടിച്ച് വല്ലയിടത്തേക്കും വലിഞ്ഞു കയറി ചെല്ലേണ്ട ആവശ്യം എനിക്കില്ല ദേവ. ഞാൻ ഇവിടേക്ക് വന്നത് ഗസ്റ്റ് ആയിട്ടാ. കണ്ടാൽ പിച്ചക്കാരനെ പോലെയിരിക്കുന്ന ഒരുത്തൻ ഗസ്റ്റ് ആണെന്ന് വിളിച്ചു പറഞ്ഞ് വൈഷ്ണവിയിലും ദേവനിലും ചിരി പടർത്തി. ഗസ്റ്റോ? വെറും ഊളയായ നീയോ? സെക്യൂരിറ്റി, ഈ ദരിദ്രവാസിയെ ആ എച്ചിൽ കൂനയുടെ അടുത്തേക്ക് കൊണ്ടുപോകും. അഭിനവ് അതിന് എന്തെങ്കിലും ഒരു മറുപടി പറയുന്നതിന് മുൻപ് തന്നെ അവിടേക്ക് കറുത്ത നിറത്തിലുള്ള ഒരു ലക്ഷറി കാർ വന്നു നിന്നു. കാറിൽ നിന്ന് ആ ഹോട്ടലിന്റെ രക്ഷാധികാരിയായ വിക്രം പുറത്തേക്ക് ഇറങ്ങി. ഒപ്പം മറ്റൊരാൾ ബൽറാം. പ്രശസ്തമായ ഒരു ടെക്സ്റ്റൈൽസ് കമ്പനി ഓണറും MK ഗ്രൂപ്പിന്റെ ശക്തമായ ഒരു തൂണുമാണ് അയാൾ. ആ സിറ്റിയെ വിലയ്ക്ക് വാങ്ങാൻ കഴിവുള്ളയാൾ. വിക്രം അഭിയൊന്ന് നോക്കിയ ശേഷം മുന്നോട്ട് നടന്നു. എന്താ പ്രശ്നം? വിക്രം സർ, ഈ നിൽക്കുന്നവനാ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇവന്റെ കോലം കണ്ടില്ലേ? അകത്തേക്ക് കയറണമെന്നും പറഞ്ഞായിരുന്നു സർ ബഹളം. പക്ഷേ ഞാൻ സമ്മതിച്ചില്ല. ഇവൻ ഏതോ ഫ്രോഡാണ് സാറേ. പക്ഷേ അത് കേട്ടതും വിക്രമന്റെ ദേഷ്യം ഇരച്ചു പൊന്തി. ഷട്ടം. എന്താണോ താൻ പറഞ്ഞത്? അവൻ ഫ്രോഡാണെന്നോ? എന്റെ ഗസ്റ്റിനോട് ഇങ്ങനെയെല്ലാം പെരുമാറാൻ തനിക്ക് എങ്ങനെ ധൈര്യം വന്നു? ഇനി തന്നെ ഈ ഹോട്ടലിന്റെ പരിസരത്ത് പോലും കാണരുത്. കിട്ടാൻ
വാങ്ങാനുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചാ വാങ്ങിച്ചിട്ട് പൊയ്ക്കോണം ഇവിടെ നിന്ന്. അത് കേട്ട് ആ ഹോട്ടൽ മുഴുവൻ ഞെട്ടിത്തെറിച്ചു, അമ്പരന്നു, വിറച്ചു. എന്നാൽ തൊട്ടടുത്ത നിമിഷം ആ ഞെട്ടൽ അതിന്റെ 10 ഇരട്ടിയായി മാറി. അതിനൊരു കാരണമുണ്ടായിരുന്നു. വൈഷ്ണവിയും ദേവനും ഉൾപ്പെടെയുള്ളവർ അവിടെ പെട്ടെന്ന് കണ്ട ഒരു കാഴ്ചയുടെ ഷോക്കിലായിരുന്നു. നഗരത്തെ വിലയ്ക്ക് വാങ്ങാൻ ശേഷിയുള്ള ബൽറാം അഭിനവന്റെ കാൽക്കൽ മുട്ടുകുത്തിയിരിക്കുന്നു. അയാൾ അഭിയുടെ കൈവിരലിലെ മോതിരത്തിൽ മുത്തുന്നു. ആ മോതിരത്തിന്റെ പ്രത്യേകത കണ്ടിട്ടായിരുന്നു അത്. അത് കണ്ടതും അവിടെയുള്ളവരെല്ലാവരും ഞെട്ടിത്തെറിച്ചു നിന്നു. എന്തായിരിക്കും ആ മോതിരത്തിന്റെ പ്രത്യേകത? ബൽറാം വരെ അങ്ങനെ ചെയ്യണമെങ്കിൽ അഭിയുടെ പിന്നിലെ രഹസ്യം എന്താണ്? അഭിയെക്കുറിച്ചുള്ള യാഥാർത്ഥ്യം പുറം ലോകം അറിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? ഉദ്വേഗജനകമായ ഈ കഥയുടെ ബാക്കിയേറിയാൻ ദി റിട്ടേൺ ഓഫ് ടൈഗർ കേൾക്കൂ പോക്കറ്റ് FM-ൽ തികച്ചും സൗജന്യമായി. ഡൗൺലോഡ് ദ ആപ്പ് നൗ.